വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ചില സമയത്തെല്ലാം ഇങ്ങനെ ഫിഷറി പോർട്ടുന്ന ബൾക്കായിട്ട് മീനുകളൊക്കെ വാങ്ങിക്കലുണ്ട് കേട്ടോ. അവിടെ നിന്നാകുമ്പോൾ നമ്മൾ കുറച്ചെന്നല്ല നല്ലോണം ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ കിട്ടലുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പക്ഷെ നമ്മളിങ്ങനെ കുറച്ചായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം വാങ്ങിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനങ്ങനെ ചില സമയത്തെല്ലാം ചെയ്യലുണ്ട്. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളപ്പോഴല്ല ഗസ്റ്റ് ഉണ്ടാവും എന്നുള്ളപ്പോഴും, അതുപോലെ തന്നെ എനിക്ക് കുറച്ചധികം വാങ്ങിക്കാൻ തോന്നുമല്ലോ നമുക്ക് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കലുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് ഞാൻ മാസങ്ങളോളം ഒന്നും സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കലില്ല. ഒരു 2 ആഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ഞാൻ വാങ്ങിക്കലുണ്ട്. 1.5 to 2 ആഴ്ച അങ്ങനെയൊക്കെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിച്ചപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ എങ്ങനെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നുള്ളത്. കാര്യം നമ്മൾ ഇത്രയും ബൾക്കിയായിട്ട് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പിന്നെ എടുക്കാനും ഈസി ആയിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അവരവിടെ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാട്ടോ. ഇങ്ങനെ 1-2 കവറുകളിലാക്കിയിട്ടാണ്, ഇതിനുള്ളിൽ ഇനിയും കവറുകളിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ ഒരു കവറില്ലേ, ഇതിൽ ഞാൻ സാമൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമൻ്റെ ഈ ഒരു തലേൻ്റെ ഭാഗവും പിന്നെ അതിൻ്റെ മുള്ളിൻ്റെ ഇതൊക്കെ അതിലൊക്കെ ഫ്ലഷ് ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടിയിട്ട് അവർ കളയാണ്ട് ഒരു കവറുമ്മ ആക്കിയിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നെയ്മീനാട്ടാ ഇപ്പോൾ എടുത്തത്. അതൊരു 1.5 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എന്താ അറിയോന്നല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, മത്തിയില്ലേ അതാട്ടാ. ഇത് ഇവിടെ ഇങ്ങനെ വളരെ റെയറായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ കൺഫേം ചെയ്യില്ല കേട്ടോ, ഇത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും നമ്മൾ ഡെലിവറി ചെയ്തതിന് ശേഷമാണ് അവർ വാങ്ങിക്കുള്ളൂ. ഈ മത്തീൻ്റെയൊക്കെ അല്ല, അതെപ്പോഴും ഉണ്ടാവാത്തത് കാരണം അങ്ങനെ. അപ്പോൾ ഇത്തവണ ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടെങ്കിൽ ഇതും കൂടിയിട്ട് കൊടുത്തു വിടണം എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ അവർ നല്ല ഫ്രഷ് ആയിട്ട്, അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീനത്. അപ്പോൾ ഇത്തവണ അത് ഉണ്ടായതുകൊണ്ട് അവരത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു 1 കിലോ എല്ലാം വരും മത്തിയിട്ടാ, 1 കിലോ എല്ലാം ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ തന്നെ എപ്പോഴും ഈ സാമൻ്റെയൊക്കെ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു വിടുന്ന കാരണം തന്നെ നമുക്ക് നല്ല എളുപ്പമായിട്ട് അത് ആ മുള്ളൊക്കെ ഇങ്ങനെ ആക്കി മാറ്റി കൊടുത്ത് വിടുന്നത് കാരണം. പിന്നെ ഇപ്പം അടുത്തത് ആ ഒരു മീനിൻ്റെ ഹാഫ് ആട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മീൻ മൊത്തത്തിൽ വാങ്ങിച്ചിട്ടുണ്ടായില്ല, അതിൻ്റെ പകുതിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ മീനായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു മീൻ എന്ന് പറയുമ്പോൾ അത് 4 to 5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫ് വാങ്ങിച്ചു, അതായത് പകുതി വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ തന്നെ അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു വിട്ടതാട്ടാ. മൊത്തം കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യം വരില്ല. 4-5 കിലോ എല്ലാം ആകുമ്പോഴേക്കും ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ എല്ലാം ഒരേ ടൈപ്പ് മീൻ അധികം ആകുമ്പോഴത്തേക്കും മടുക്കുമല്ലോ. പിന്നെ അങ്ങനെ അപ്പോൾ അതിങ്ങനെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു നെയ്മീൻ്റെ പീസസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ്. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കലുണ്ട്, അല്ലാണ്ട് കുറച്ചൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള, നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ അത് കാണുമ്പോഴും അറിയാൻ പറ്റുമല്ലോ അത്രയ്ക്ക് ഫ്രഷ് ആണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു കവറിലുള്ളത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായി. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷുകളിൽ ഒരെണ്ണാട്ടാ ഇത് നമ്മുടെ സീബാസ് എന്ന് പറയില്ലേ, ഇത് കളാഞ്ചി എന്നെല്ലാം പറയുന്ന അതാ തോന്നണു. കളാഞ്ചി എന്ന് പറയുന്ന മീൻ തന്നെ ഇതെന്ന് തോന്നുന്നുണ്ട്. അതാട്ടാ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു ഹാഫ് kg അല്ല, 750 grams എല്ലാം വരുമായിരിക്കും. പിന്നെ ഇത് അയലയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നൊരു മീനാട്ടത്. പക്ഷേ അയല ആണോ എന്ന് എനിക്ക് കറക്റ്റ്, കാര്യം നാട്ടിൽ ചെല്ലുമ്പോൾ അയല കാണുമ്പോൾ അതിന് വേറൊരു ഇതുപോലെ ഇരിക്കെങ്കിലും അതിന് വേറൊരു ലുക്കാട്ടാ. ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതും 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ എന്ന് പറയുമ്പോൾ ഇതിൽ 6 മീനാട്ടാണ് ഉള്ളത്. അല്ല 6 അല്ല 5 മീനാട്ടാണ് ഇതിലുള്ളത്. അതിപ്പോൾ അവരിതാ നന്നാക്കിയിട്ട് അതിൻ്റെ തലേൻ്റെ ഭാഗത്തുള്ളതൊക്കെ കളഞ്ഞ് നന്നാക്കിയിട്ട് ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു 1 കിലോ എല്ലാം വരും. 1 കിലോ അല്ല, അതിൽ കൂടുതലുണ്ടാവും കേട്ടോ ചെമ്മീൻ. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ഫ്രഷ് ആട്ടോ അവിടുന്ന് ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീനാണ് കിട്ടൽ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ ഇതാ ഒരു സാധനം കാണിച്ചു തരാം. ഇതെന്താ അറിയില്ലേ, ഞണ്ടാട്ടാ. ഇവിടെ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴൊന്നും നല്ല ഫ്രഷൊന്നും കിട്ടലൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഇങ്ങനെ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നല്ലോണം ഫ്രഷ് കിട്ടും. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 4 ഞണ്ടെന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ പാക്കറ്റിനുള്ളിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കില്ല. ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ആകെ ഒരു മെസ്സായിരിക്കും കേട്ടോ. നമ്മൾ അതുപോലെ ഫ്രിഡ്ജിൽ പൊട്ട മണക്ക വരും. അപ്പോൾ ഞാനത് എങ്ങനെയാണ് റെഡിയാക്കി വെക്കുക എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രിഡ്ജിലേക്ക് മീനുകളൊക്കെ സൂക്ഷിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ബോക്സുകൾ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഞാനിത് ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാനിത് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബോക്സുകൾ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കൽ. ഞാൻ പറഞ്ഞില്ലേ മീനുകൾ ഞാൻ അതേമാതിരി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കില്ല എന്ന് വെച്ചിട്ട് നന്നാക്കിയിട്ട് ഭയങ്കര ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെക്കില്ല, അങ്ങനെയും ചെയ്യലില്ല. അങ്ങനെ ചെയ്താൽ ആ ഒരു ഫ്ലേവർ പോകും കേട്ടോ ഫിഷിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യലില്ല. പക്ഷേ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കവറിന്ന് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബ്ലഡ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, ഈ അവർ ക്ലീൻ ചെയ്തതിൻ്റെയൊക്കെ ഇല്ലേ അത്. അപ്പോൾ അതൊന്ന് കഴുകി അതൊന്ന് നന്നാക്കി എടുക്കും. വെറുതെ ഒന്ന് റണ്ണിങ് വാട്ടറിൽ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കൽ. പിന്നെ ഈ മത്തിയാണെങ്കിൽ കൂടിയിട്ട് ഇതിലുള്ള ആ ഒരു സ്കെയിൽസൊക്കെ കളഞ്ഞിട്ടാട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ യൂസ് ചെയ്യാൻ നേരത്ത് ആ ഒരു തലേൻ്റെ ഭാഗവും വാലിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പം അത്രയും നന്നാക്കി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു തലയും വാലും എന്താ കളയാത്ത, എനിക്ക് തോന്നുന്നു ചിലരങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ ഇത്രയും പക്ഷേ ഇതങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ തോന്നുന്നു. അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഈ മത്തിയും എല്ലാതും എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് വെറുതെ ഒന്ന് കഴുകിയിട്ട് കുറച്ചൊന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിലിട്ട് വെച്ചിട്ടുള്ളതാട്ടാ. അതിനുശേഷം ഇത് ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതിപ്പോൾ എനിക്ക് ഡെലിവറി വന്നിട്ടുള്ളത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്ക് ഇതൊന്നും എടുക്കലുണ്ടാവില്ല. ഈ മത്തി എന്തായാലും ഞാൻ നാളെ തന്നെ എടുക്കും കേട്ടോ. എനിക്കത് അത്രയും ഫ്രഷ് ആണത്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ദിവസമൊന്നും വെച്ചിട്ട് ഉണ്ടാക്കാൻ തോന്നണില്ല. അപ്പം തന്നെ ഇപ്പം ഇതിപ്പോൾ ശരിക്കും രാവിലെയാണ് ഈ ഡെലിവറി വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ ഇത് ഉച്ചയ്ക്ക് എടുത്തേനെ. പക്ഷെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞൊരു 3 മണി ആ സമയത്തല്ല കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ മീനുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലും ഈ കാളാഞ്ചി എന്നെല്ലാം പറയില്ലേ, സീബാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ ഒരു മീനിൻ്റെ ആണെങ്കിലും ഉള്ളിൽ ഇല്ലാതെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെയും സ്കെയിൽസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മളങ്ങനെ വൃത്തിയാക്കി തരുന്നതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവരങ്ങനെ തന്നെ ഇത് നമുക്കത് നോട്ട് വെക്കാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഈ മീനിപ്പോൾ കട്ട് ചെയ്യണമെങ്കിലേ, ഇപ്പോൾ ഈ ഒരു മീനൊക്കെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് തരണം ക്ലീൻ ചെയ്തിട്ട്, അങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അവരത് അങ്ങനെ കൊണ്ടുവരും. ഞാനിതിപ്പോൾ എനിക്ക് ജസ്റ്റ് ക്ലീനിങ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ ഉള്ളിലേക്ക് ക്ലീൻ ചെയ്ത് മാത്രം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഞാൻ കഴുകലില്ല. അത് അത്യാവശ്യം അങ്ങനെ പൊട്ടയായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഉണ്ടാവില്ല. അതുമ്പോൾ അങ്ങനെ പൊട്ട സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ വെള്ളമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ആ കവറും വന്ന് പൊട്ടിച്ചിട്ട് ഞാൻ അത് ഇങ്ങനെ തന്നെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കും. ശരിക്കും വേണമെങ്കിൽ ഈ ഒരു കവറും അവർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടും കൂടെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കവറിൽ അത് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റൂട്ടോ. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കണത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ കവറുമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഫ്രീസറിൽ വെക്കുമ്പോൾ എന്തായാലും ഐസാവുമല്ലോ. അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് വെള്ളം ഒഴിച്ച് വെച്ചാലൊന്നും വേഗമൊന്നും അത് മെൽറ്റായി കിട്ടുമെന്നില്ല. മാത്രമല്ല പിന്നെ നമ്മളത് പൊട്ടിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ വേർപെട്ടൊക്കെ പോകട്ടാ, ഇങ്ങനെ മുറിഞ്ഞിട്ട് രണ്ടായിട്ടെല്ലാം അങ്ങനെയെല്ലാം
പോവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷിക്കില്ല. ഇതാകുമ്പോൾ നമ്മൾ ഈ ചെമ്മീൻ നന്നാക്കാൻ എടുക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ബോക്സ് പുറത്തേക്ക് എടുത്തിട്ട് ഇതിന്മ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് ഓരോ മീനുകളായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ വലിച്ച് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാട്ടോ സ്റ്റോറിയിൽ. ഇനി ഈ നെയ്മീൻ്റെ സ്ലൈസസ് ഇല്ലേ, അതെങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ സ്ലൈസസ് ആക്കിയിട്ടുള്ള ഫിഷുകൾ നമ്മളിങ്ങനെ അതേ കവറിൽ അങ്ങനെ ഒരു കവറുമാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. അതെടുക്കുമ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കലുണ്ടാവുക. അത് നമുക്കൊരു എടുക്കുമ്പോൾ പിന്നെ ആകെ ഒരു മെസ്സായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന മെത്തേഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ സ്റ്റോർ ചെയ്യാമെന്ന് കരുതുന്നത് 6 പീസാണ്. അപ്പോൾ ഇതിൽ 3 വലിയ പീസായതുകൊണ്ട് തന്നെ 3 വെക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു ലെയർ ഇതാവും. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ എങ്ങനെയാണ് അടുത്ത ഒരു ലെയർ ഓഫ് ഫിഷ് വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലെയുള്ള ബട്ടർ പേപ്പർ ഇല്ലേ, നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണ, ഞാൻ ചില സമയത്ത് ഇതെടുക്കും. അല്ലാണ്ട് എന്തെങ്കിലും ഇങ്ങനെ സിപ്ലോ കവറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എടുക്കും കേട്ടോ. അതിനുശേഷം ഈ ഒരു ബോക്സിൽ ആദ്യം ലെയർ ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കും. ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഐക്യന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സിപ്ലോ കവർ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് വെക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് ഞാൻ വെള്ളത്തിൽ കഴുകി എടുക്കണില്ല. കാര്യം ഇത് അവരൊന്ന് വാഷ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതുമ്പോൾ ഒന്നും പൊട്ട വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വേറെ കഴുകണില്ല. അത് ഇങ്ങനെ തന്നെ ഈ ബോക്സിലേക്ക് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു ബോക്സിലും കൂടിയിട്ട് ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബോക്സുകൾ ഞാൻ അയക്കിയെന്ന് വാങ്ങിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇങ്ങനത്തെ സാധനമൊക്കെ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഈ ഒരു ബോക്സ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ബോക്സുകൾ ഇങ്ങനെ മീറ്റും ഫിഷും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മീനിൽ ഉള്ള വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്തേക്കാം. അധികം നേരം പുറത്ത് വെക്കണ്ടെന്ന് വെച്ചിട്ട്. ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മീനല്ല കേട്ടോ. ഇത് അവർ അത്രയും ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതല്ല. അപ്പോൾ എന്തായാലും കഴുകി വെച്ചപ്പോൾ അതിൽ വെള്ളമൊക്കെ വാർന്ന് പോയപ്പോൾ ഞാനിപ്പോൾ ഇനി ഇത് ആദ്യം സ്റ്റോർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇതാ മത്തിയൊക്കെ ഈ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ എളുപ്പമാട്ടോ. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കവറിലാക്കി വെക്കുന്നതിനെക്കാട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊരു ബോക്സിലാക്കുമ്പോഴാണ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ അയലയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് അയലയാണെന്നൊന്നും എനിക്കറിയില്ല. അയല പോലെ എനിക്ക് അത് എപ്പോഴും കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നൽ. അതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ തന്നെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനിവിടെ വേറെ എന്തോ പേരാ പറയുക. അപ്പോൾ ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ അയലേൻ്റെ. അപ്പോൾ അതും ഇങ്ങനെ ഒരു ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിലർ ഇതിലേക്കൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഫ്രഷ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോക്സിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്യും. ഞാനത് ചെയ്യലില്ല കേട്ടോ. മുമ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ പുറത്തെടുത്തിട്ട് ഒരുപാട് നേരം എടുക്കും കേട്ടോ, അതിൽ ഐസ് പോയി കിട്ടാനൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അത് ഒത്തിരി നാളിങ്ങനെ 1 മാസത്തോളം അങ്ങനെയെല്ലാം സ്റ്റോർ ചെയ്യുമ്പോൾ തോന്നുന്നു അങ്ങനെ ആവശ്യം വരിക. എനിക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഇതുവരെ അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കലില്ല കേട്ടോ. ഈ ഒരു മീൻ ഒറ്റയ്ക്കുള്ള ഈ ഒരു മീൻ ഇതിനെ ഞാനൊരു കവറിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇപ്പോൾ കവറിലിട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ഒരു മീനായിട്ട് തന്നെ എടുക്കുക. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ ആ ഒരു മീൻ. പിന്നെയുള്ള ഈ ഒരു 2 അയലമീനിനെ ഞാൻ കവറുമ്മ ആക്കി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ 2 എണ്ണല്ലേ ഉള്ളൂ. ഇത് വലിയ കവറാട്ടാ. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്തെ ഇങ്ങനെ
ഇങ്ങനെ തന്നെ ഇപ്പം ഞാൻ ഈ പിടിച്ചിട്ടുള്ള പോലെ വെക്കരുത് കേട്ടോ, എന്നെങ്കിൽ അത് ഒരുമിച്ചായി പോവും. അത് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വെക്കാൻ നേരത്ത് കാണിച്ചു തരാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ 2 മീൻ 3 മീനൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റും. ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ബോക്സുകളിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ 2 മീനൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വെക്കാമെന്ന് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് കാണിച്ചു തരാം, അന്നേരം കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ എടുത്തത് ഈ ഒരു സാമൺ, അതൊന്നും എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. ഇതിങ്ങനെ വലിയ വലിയ പീസസ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്യാം, ഇത്രയും വലിയ പീസസ് ആയിട്ട്. ഇല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അവരിത്ര വലിയ പീസസ് ആക്കിയിട്ട് തന്നിട്ടുള്ളത്. അത് ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇത്രയും വലിയ പീസായതുകൊണ്ട് തന്നെ ഞാൻ നമ്മളിങ്ങനെ ആ ഒരു സ്റ്റോറേജ് ബോക്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് എന്താ പറയുക നേരെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള സിപ്ലോക്കിൻ്റെ വലിയ കവർ എടുത്തിട്ട് അതുമേലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. 1-2 പീസസ് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എന്താ പറയുക ജോയിൻ്റ് ആയിട്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ തിരിച്ചെടുക്കാൻ നേരത്ത് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 പീസുകൾ എന്തായാലും അങ്ങനെ ഒന്ന് സിപ്ലോ കവറിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ്. ഞണ്ടിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പുറമേ ഞാനൊന്ന് കഴുകണേ ഉള്ളൂ. അവർ കൊണ്ടുവന്നിട്ടുള്ള അതേ പാക്കറ്റിൽ തന്നെ ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇത് അങ്ങനെ വെച്ചെന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് നേരം പുറത്തേക്ക് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഐസൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇനി വേറെ ചെയ്യണില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുക. അപ്പോൾ ഇതാ മീനുകളൊക്കെ ഞാൻ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലും ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ബോക്സുകളിലാക്കിയിട്ടുള്ള മീനുകളില്ലേ അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഈ ഫ്രീസറിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഫ്രിഡ്ജിലല്ല കേട്ടോ ഫ്രീസറിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുക. അതുമേലുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ആവണ്ട വെച്ചിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ ചെയ്യണതാണ്. അപ്പോൾ എന്നിട്ട് ഫിഷ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ബോക്സുകളിലാക്കണ മീൻ ഞാൻ എപ്പോഴും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ. പിന്നെ താഴെ 2 ബോക്സുകളുണ്ട് ഫ്രീസറിൻ്റെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കവറുമ്മ ആക്കിയിട്ടില്ലേ ഫിഷ് കവറിലാക്കിയിട്ടുള്ള മീനുകൾ അത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കൽ. എടുക്കാനുള്ള എളുപ്പത്തിൽ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മീൻ എടുത്തിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. ഇത് ഇങ്ങനെ ഒന്ന് അതിലേക്ക് ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം അതൊന്നും ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ പരന്നിരിക്കില്ലേ, അങ്ങനെയല്ലേ പറയുക, പരന്നിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ 2 സെപ്പറേറ്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന തരത്തിലാണ് ഞാൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ഒരു കൈയും കൊണ്ട് ചെയ്യണമായിരുന്നു കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നത് അത്ര പാടൊന്നുള്ള കാര്യമല്ല. വെക്കുന്ന മീനുകളെല്ലാം ആ മുകളിലത്തെ ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. ഒന്നിൻ്റെ മുകളിൽ ഓരോരോ കവറായിട്ട് അങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ ഈ ഒരു ഫ്രീസറിൻ്റെ ഈ താഴത്തെ ഒരു ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഞണ്ടും പിന്നെ 2 അയല മീൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും, പിന്നെ ഈ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീബാസ് ഇല്ലേ കാളാഞ്ചി മീൻ, അതും കൂടിയിട്ട് ഈ താഴത്തെ ഒരു ഫ്രീസിങ് സോണിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്കുള്ള മീനുകളെല്ലാം റെഡിയാക്കി വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഇങ്ങനത്തെ ഫിഷൊക്കെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പൊട്ട മണമൊന്നും ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു
ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എല്ലാം അങ്ങനെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ ഈ മണം ഒന്നാമത് അവിടെ മണമൊന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല. സിങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ബാക്കി കൗണ്ടർ ടോപ്പുമ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല. ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവർ, ഒരു ബ്ലാക്ക് കളറിലൊരു കവർ ആദ്യം വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫിഷെല്ലാം വെച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ന്യൂസ് പേപ്പറെല്ലാം വിരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ന്യൂസ് പേപ്പറെല്ലാം വെറ്റായിട്ട് അത് ഈ കൗണ്ടർ ടോപ്പുമൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ആവൂട്ടാ. പിന്നെ എന്താ പറയുക, മണമൊക്കെ അങ്ങനെ വരുമൊക്കെ ചെയ്യൂട്ടാ. പിന്നെ കൂടുതൽ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കവറാണ് എടുത്ത് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കവറാകുമ്പോൾ കുഴപ്പമില്ല, അതങ്ങനെ എല്ലാം കൂടെ ചുരുട്ടി എടുത്തിട്ട് കളയാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ പൊതുവേ ചെയ്യലിട്ടാ. അതിനുശേഷം ഈ ഒരു ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും, അത്രയേ ഉള്ളൂ. സിങ്ക് എന്തായാലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ബ്രഷൊക്കെ വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന ഫിഷെല്ലാം അങ്ങനെ കഴുകാനും എടുക്കാനും ഒക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതെന്തായാലും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് നേരം സ്പ്രേ ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമെടുത്ത് സിങ്കെല്ലാം കഴുകിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി വൈപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെറുതെ താഴെ ഒന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് നടക്കാമെന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു 5 മണിയെല്ലാം ആയപ്പോഴേക്കും. അപ്പോൾ വെറുതെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടുന്ന് കുറച്ച് പൂക്കളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു പൂക്കൾ ഇവിടെ ഉണ്ടായിരുന്ന പൂക്കൾ വാടിയിട്ടുണ്ടായിരുന്നു, കുറച്ചായി വെച്ചിട്ട്. അപ്പോൾ ഞാൻ വേറൊരു പൂ വാങ്ങിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പൂവ് ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിക്കലുണ്ട് കേട്ടോ. ഈ പൂ കണ്ടില്ല, ഇത് ആകെപ്പാടെ വാടിയിട്ടുണ്ട്. അതൊരു റോസും പിന്നെന്തോ ഒരു വൈറ്റ് കളറിലൊരു പൂവായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൂവാട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാതും വിരിഞ്ഞതല്ല, കുറച്ചൊക്കെ വിരിയാനുള്ളതും ഉണ്ട്. ഇതിങ്ങനെ വിരിഞ്ഞ് വരുംതോറും മണം ഉണ്ടാവും കേട്ടോ. നല്ലൊരു മണാട്ടോ അതിന്. എന്തിൻ്റെ മണമെന്ന് പറയാറില്ല, ഒരു ലൈറ്റായിട്ടുള്ള ഒരു സോഫ്റ്റ് സ്മെല്ലെന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സ്മെല്ലാട്ടാ വരിക. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കിച്ചണിലൊക്കെ വെക്കലുണ്ട്. ഈ പൂവാണ് വാങ്ങിക്കണമെങ്കിൽ കിച്ചണിൽ വെക്കലുണ്ട്. കാര്യം കിച്ചണിലൊക്കെ ഒരു മണം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഉള്ള ചില ഫ്ലവേഴ്സൊക്കെ വെക്കുന്ന പോലെ അല്ല, ഇതിനൊരു മണം ഉണ്ടാവും. പക്ഷേ ഇത് ഒരുപാട് നാൾ, ഒരു 2 ആഴ്ച ഒന്നും ഇരിക്കുന്നില്ല ബാക്കിയുള്ളതൊക്കെ പോലെ. ഒരാഴ്ച എല്ലാം ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ അതിൻ്റെ പെറ്റൽസ് എല്ലാം ഇളകി വീണിട്ടുണ്ടാവും. അങ്ങനെ ഇതായിപ്പോവും. അപ്പം ഇടയ്ക്കൊക്കെ ഉള്ളൂ ഞാൻ. പക്ഷേ ഈ ഒരു പൂവിന് കുറച്ച് വിലയും കൂടുതലാട്ടോ. പക്ഷേ എനിക്കൊന്നും ആ മണമുള്ളതുണ്ടാവും. അപ്പോൾ എന്തായാലും അതൊരെണ്ണം വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്കും കൂടി ഇപ്പം തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.